ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 6 ഇല്ലി വെളുത്തുള്ളിയാണ്. ഒരു മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ സവാള, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും വേണം. ഇതിട്ട ശേഷം നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേസ്റ്റ് രൂപമാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1.25 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ഇനി തീ കുറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുക. ഇപ്പോൾ നമ്മളുടെ മാവ് കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിനെ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കൈ ചെറുതായിട്ട് പൊള്ളും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കയ്യിൽ കുറച്ച് വെള്ളം തടവിയ ശേഷം ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താൻ ആവശ്യത്തിനുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിനെ പരത്താനുള്ള ബോർഡിലേക്ക് കുറച്ച് അരിപ്പൊടി തന്നെ തൂവി കൊടുക്കാം. ഇനി തയ്യാറാക്കിയിട്ടുള്ള ഓരോ ബോൾസും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കുഴൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. അധികം കട്ടിയില്ലാത്ത രീതിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല. നമ്മളൊരു സ്ക്വയർ ആകൃതിയിലാണ് ഇതിനെ മുറിച്ചെടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത് തയ്യാറാക്കുമ്പോൾ എടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനെയും കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ എണ്ണയിലിടുമ്പോൾ വീർത്ത് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 വശവും നമ്മൾ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഇത് ഞാനൊരു ത്രികോണാകൃതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് പൊതുവെ നാച്ചോസ് ഉണ്ടാവല്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കനത്തിലാണ് നമ്മൾ ഇതിനെ തയ്യാറാക്കേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോന്നിനെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിതിനെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ഇല്ലി വെളുത്തുള്ളിയും 1/4 കപ്പ് പാല്, അതുപോലെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള, അതുപോലെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയില, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്
ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഈ സ്നാക്സിലേക്കുള്ള ഒരു ചെറിയ സോസാണ്. സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നാച്ചോസിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചാറ്റ് മസാല, അതുപോലെ കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്നാക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം. എന്നാലാണ് മസാല ഈ സ്നാക്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാച്ചോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്